ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിൽ അറസ്റ്റിലായ ലഷ്കർ ഭീകരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഇന്നലെ സൽമാൻ റഹ്മാൻ ഖാനെ പ്രത്യേക സംരക്ഷണ സംഘമാണ് ഇന്ത്യയിൽ പ്രധാനമായും എത്തിച്ചത്. ഇന്റർപോൾ, നാഷണൽ സെൻട്രൽ ബ്യൂറോ എന്നിവയുടെ സഹകരണത്തോടെ റുവാണ്ടയുടെ തലസ്ഥാനമായ ഗിഗാലിയിൽ വെച്ചാണ് സൽമാനെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഓഗസ്റ്റ് 2-നാണ് NIA ആവശ്യപ്രകാരം ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറത്തുവിട്ടത്. സൽമാൻ എന്നത് റെസ്റ്റർ ഇ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന തടിയൻവീട നസീറിന്റെ അടുത്ത കൂട്ടാളി കൂടിയാണ്. ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ വെച്ച് നടന്ന ഭീകരവാദ ഗൂഢാലോചന കേസിൽ നസീറിനൊപ്പം ഇയാളും ഉൾപ്പെടുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-നാണ് ബംഗളൂരു പോലീസിൽ നിന്ന് NIA ഈ കേസ് പ്രധാനമായും ഏറ്റെടുത്തത്. പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിച്ച സൽമാനെതിരെ UPA ആയുധ നിയമം, സ്ഫോടക വസ്തു നിയമം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു സൽമാൻ ബംഗളൂരു ജയിലിൽ എത്തിയത്. അവിടെ വെച്ചാണ് തടിയൻവിട നസീറിനെ പരിചയപ്പെടുന്നതും. തുടർന്നാണ് ജയിൽ കേന്ദ്രീകരിച്ച് നടന്ന സ്ഫോടന ഗൂഢാലോചനയിൽ ഇയാളും പങ്കാളിയായി മാറിയത്. ബംഗളൂരുവിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട യുവാക്കൾക്ക് സ്ഫോടന വസ്തുക്കൾ എത്തിച്ചതിൽ സൽമാന്റെ പങ്ക് ഏജൻസി കണ്ടെത്തുകയുണ്ടായി. 2023 ജൂണിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട് 5 യുവാക്കളെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇവർ നൽകിയിരിക്കുന്ന മൊഴി എന്നത് ജയിലിൽ വെച്ച് തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചത് നസീറാണെന്നാണ്. ഇതിനെ തുടർന്നാണ് ജയിൽ കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ഭീകര മൊഡ്യൂളിനെ കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് പ്രധാനമായും വിവരം ലഭിച്ചതും.